സുഹൃത്തുക്കളെ നമസ്കാരം. ഉസ്മാനിയ KT എന്ന യൂട്യൂബ് ചാനലുമായി സഹകരിച്ച എല്ലാ സബിനും എല്ലാ വ്യൂവേഴ്സിനും മറ്റും ഉസ്മാനിയ നന്ദി പറയുകയാണ്. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയെ ആക്രമിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേലിന് വേണ്ടി ഹമാസിൻ്റെ കാര്യത്തിൽ മധ്യസ്ഥ വഹിച്ച രാജ്യമാണ് ഖത്തർ. ഈ ഖത്തറിനെ ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. മാത്രമല്ല നിരവധി മലയാളികൾ ജോലി ചെയ്യുന്ന, കേരളീയർ ജോലി ചെയ്യുന്ന സ്ഥലം കൂടെയാണ് ദോഹ. ദോഹയിൽ ഇസ്രായേലിൻ്റെ വമ്പൻ ആക്രമണം നടന്നു ഇരിക്കുകയാണ്. അതിന് കാരണം ഇസ്രായേൽ പറയുന്നു ഹമാസ് അവിടെയുമുണ്ട്. എന്നാൽ ഹമാസ് ഇല്ലാത്ത സ്ഥലം ഏതാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇസ്രായേൽ പട്ടാള മേധാവികൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഹമാസ് എന്നാൽ ഒരു ആശയമാണ്. ഈ ഹമാസ് എന്ന ആശയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 90ഓളം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള സംഭവമാണ്. അപ്പോൾ ലോകത്തിൻ്റെ ഏകദേശം 90ഓളം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ 50ഓളം രാജ്യങ്ങളിൽ ഹമാസ് ആശയമുണ്ടെങ്കിൽ ആ രാജ്യം മൊത്തം നശിപ്പിക്കാൻ ഇസ്രായേലിന് സാധിക്കുമെന്ന് ഇസ്രായേലിന് തോന്നുന്നുണ്ടോ? അങ്ങനെ നശിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉസ്മാനിയ ചോദിക്കുന്നത്. ഹമാസ് എന്ന ആശയത്തെ ഉൾക്കൊള്ളാൻ 90% ആളുകൾക്കും പ്രയാസമുണ്ട്. അത് നമുക്കറിയാവുന്ന പരമാർത്ഥമാണ്. ഞാൻ ഇസ്രായേലിനെ വെള്ളപൂശാനോ ഉസ്മാനിയ ഇസ്രായേലിനെയോ ഹമാസിനെയോ വെള്ളപൂശാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഉസ്മാനിയക്ക് പറയാനുള്ള കാര്യം, ഹമാസിൻ്റെ പേര് പറഞ്ഞ് 50,000-ഓളം സ്ത്രീകളെയും കുട്ടികളെയും ഗർഭിണികളായ സ്ത്രീകളെയും ഭക്ഷണത്തിന് കാവൽ നിൽക്കുന്ന കുട്ടികളെയും മറ്റും കൊലപ്പെടുത്തിയിരിക്കുക. ഇത്തരത്തിലുള്ള ഹമാസിൻ്റെ പേര് പറഞ്ഞ് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന ഈ നടപടി ശരിയാണോ? നിരായുധരായ ആളുകളെ പലസ്തീൻ്റെ മണ്ണിൽ നിരായുധരായ ആളുകളെ, ആയുധധാരികളെയാണ് ആക്രമിക്കേണ്ടത്. ആയുധധാരികളെ ആക്രമിക്കേണ്ടിടത്ത് നിരായുധരായ ഗർഭിണികളെയും കുട്ടികളെയും ഭക്ഷണത്തിന് കാവൽ നിൽക്കുന്നവരെയും ഒക്കെ വെടിവെച്ച് കൊല്ലുന്ന, ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീയെ വെടിവെച്ച് കൊല്ലുന്ന നിരായുധര ഇത്തരത്തിൽ 50,000-ഓളം. ഇത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ? അങ്ങനെ അംഗീകരിക്കുന്ന രാജ്യമുണ്ടെങ്കിൽ അതൊരു രാജ്യമായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ? ഇസ്രായേലിനോട് നമുക്ക് വ്യക്തിപരമായിട്ട് വിരോധമില്ല. പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേൽ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടത് 90ഓളം രാജ്യങ്ങളിൽ ഹമാസ് എന്ന ആശയമുണ്ടെങ്കിൽ ഈ രാജ്യം മൊത്തം നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ഈ രാജ്യത്തുള്ള ജനങ്ങളെ മൊത്തത്തിൽ ചുട്ടരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ്? യുദ്ധം ചെയ്യാൻ പഠിക്കുക. ഇസ്രായേലിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾക്ക് യുദ്ധം അറിയില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പഠിക്കുക. നിരായുധരെ ആയുധധാരികളല്ലാത്തവരെ വെടിവെക്കാൻ പാടില്ല എന്ന് യുദ്ധ നിയമത്തിലുള്ള ആ നിബന്ധന പോലും പാലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ലോകത്തിൻ്റെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും യുദ്ധ നിയമത്തെക്കുറിച്ച് പറയുന്നത് ഗർഭിണികളായ നിരായുധരായ സ്ത്രീകളെ വെടിവെച്ച് കൊല്ലുന്നത് തെറ്റാണെന്ന് അംഗീകരിക്കാത്ത ഏത് രാജ്യമാണുള്ളത്? ഇതെന്ത് യുദ്ധതന്ത്രമാണ്? ഇങ്ങനെയാണോ യുദ്ധം ചെയ്യൽ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മിഡിൽ ഈസ്റ്റ് ഒന്ന് മൂത്രമൊഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ മൊത്തം 1 കോടിയോളം ജനങ്ങളാണല്ലോ ഉള്ളത്. ഇതിൽ 50 ലക്ഷം ജനങ്ങളും മറ്റ് വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഇസ്രായേൽ മനസ്സിലാക്കേണ്ടത്, മിഡിൽ ഈസ്റ്റ് എന്ന രാജ്യം, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ തീരുമാനിക്കുകയാണ് ഇസ്രായേലിന് നേരെ ഒന്ന് മൂത്രമൊഴിക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇസ്രായേൽ എന്ന രാജ്യം പോലും ഉണ്ടാകില്ല. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ കോപ്രാട്ടിത്തരങ്ങൾ ഭ്രാന്ത നയവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതാനും രാജ്യങ്ങൾ ആക്ഷേപിക്കുന്നത് ഇസ്രായേലിലെ
ഇസ്രായേലിൻ്റെ ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹു ഭ്രാന്തൻ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മറ്റ് പല ഭാഗത്തിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇസ്രായേൽ നല്ല ലെവലിൽ മുന്നോട്ട് പോകണം. ഇസ്രായേൽ മര്യാദ പാലിക്കണം. യുദ്ധ നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. അല്ലാത്ത രീതിയിലുള്ള ആക്രമണങ്ങളെ ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധ്യമല്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നും ലൈക്കും കമൻറ്റും എന്ത് തെറ്റായിട്ടുള്ള കമൻ്റ് ആയാലും എന്ത് തെറി കമൻ്റ് ആയാലും പ്രശ്നമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ.